നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിങ് ആയിരുന്നു ലാസ്റ്റ് വർക്ക്. അപ്പം പെയിൻറ്റിങ് കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ടാണ് പെയിൻറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ 2 കളറിലാണ് അടിച്ചേക്കുന്നത്. 2 ചുമപ്പ്, 2 പച്ച. 2 ചെയർ പച്ച കളറാണ്. നമ്മുടെ ആ ചെയറിൻ്റെ ബാക്ക് സൈഡിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറും, പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു സെൻട്രലത്തെ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൻ്റെ അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടിയില്ല. അതായത് അവിടെ ഭയങ്കര സ്റ്റിക്കർ ഒട്ടിലാണ് കേട്ടോ അവിടെ. ഇതിൻ്റെ സ്റ്റിക്കർ കായംകുളത്ത് ഒരു സൈക്കിൾ ഷോപ്പിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അതൊട്ടിക്കാനായിട്ട് പോവുക. ഇനി സ്റ്റിക്കർ ഒട്ടിച്ച് ഇനി സീറ്റ് ഫിറ്റ് ചെയ്യുന്ന അതും കൂടെ ഉള്ളു. സീറ്റും കൂടെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ചെയറിൻ്റെ പണി ഏകദേശം പൂർത്തിയാവുകയാണ്. ഇനി നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ചരിഞ്ഞൊക്കെയാണെന്ന് തോന്നുന്നു. എന്നാലും സാരമില്ല. കേൾക്കണ്ടല്ലോ. എന്താ പൊട്ടിക്കുന്നത്? ഓക്കെ, ഫൈനൽ വീഡിയോ എടുത്തു. നമ്മുടെ ചെയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സീറ്റ് കവർ കയ്യിൽ നിന്ന് അടിച്ച് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ചെയറിൻ്റെ ഫൈനൽ രൂപം. ഞാൻ സൈക്കിളിൻ്റെ ഫ്രെയിമിൽ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കൂടെയുള്ള ചെയർ ഇതാണ്. പൈങ്കിളി ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. പൈങ്കിളി സീറ്റ് ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയോ? ചുമ്മാ പറയാ കേട്ടോ. കാരണം അവളും കൂടെ ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് അവള് നല്ലതാന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ മാത്രമാണെന്നെങ്കിൽ പറയും കൊള്ളത്തില്ലെന്നേ ഇവിടെ പറയത്തുള്ളു. സ്റ്റിക്കറൊക്കെ എന്താ ഒട്ടിച്ചേക്കുന്നത്? എവിടേക്കോ ഇങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ഒട്ടിച്ച് വെച്ചിരിക്കുക. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒട്ടീരായി പോയി. എന്തായാലും ദൂരെ നിന്ന് കാണുമ്പം എന്തോ ഒരു ഭംഗിയില്ലയോ? അതങ്ങനെ ഞങ്ങളുടെ ചെയറിൻ്റെ പണി തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത എന്തെങ്കിലും കിടുപിടിയായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Hold me close till I get up.